നമസ്കാരം കൂട്ടുകാരെ, ഗോൾ വിന്നർ മാസ്റ്റർ ഷെഫ് പിള്ളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നത്തെ പോലെ ഇന്നും നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം. അങ്കിത, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം. ഇന്നത്തെ പ്രത്യേക വിശേഷം, ഞാനിവിടെ വന്നു സാർ ഉണ്ടാക്കി തരുന്ന ഫുഡ് കഴിക്കാൻ പറ്റുന്നു എന്നുള്ളൊരു വലിയ വിശേഷമാണ് ഇന്ന്. സന്തോഷമാണ്. കാരണം നമുക്കൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മളൊക്കെ ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ വന്ന ആൾക്കാരാണ്. അതുപോലെ വന്ന ഒരാളാണ്. അപ്പോൾ അവരെയൊക്കെ കാണുക, അവരുടെ കഥകൾ ചോദിച്ചറിയുക എന്നൊക്കെ പറയുന്നതിന് ഭയങ്കര സന്തോഷമാണ്. ടിക്ടോക്ക് വഴി ഇല്ലേ? ആദ്യം തുടക്കം ടിക്ടോക്ക് ആണോ അതോ? ടിക്ടോക്ക് എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഡബ് സ്മാഷ് അങ്ങനൊന്നും അല്ല. ടിക്ടോക്കില് ഒരു ഡാൻസ് ചെയ്തു, അത് കുറച്ച് വൈറലായി. അപ്പം എൻ്റെ ഫസ്റ്റ് സീരിയലിലെ ഡയറക്ടർ അത് കണ്ടിട്ടാണ് എനിക്ക് കോൾ വന്നത്. ഓഡീഷന്റെ സംഭവം ചെന്നു, ഓഡീഷൻ കഴിഞ്ഞു, സെലക്ട് ആയി. അതാണ്. എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം, ഫസ്റ്റ് കിട്ടിയ ഒരു സംഭവം? അത് ഞാൻ ആക്ച്വലി ഷോക്കായി. കുഞ്ഞുനാൾ മുതലേ അഭിനയം തന്നെയാണ് എൻ്റെ ഇഷ്ടം. അത് ഉള്ളിൽ അതന്നെയാണ്. ലൈക്ക് സ്വപ്നം കാണുന്ന എല്ലാം ആ ഒരു എന്താ പറയാ, ബോളിവുഡ് നടിമാരെ പോലെ കാറ്റത്ത് സാരിയൊക്കെ പറത്തി അതൊരു ആഗ്രഹമായിരുന്നു. സിനിമ തന്നെയായിരുന്നു ചെറുപ്പം മുതല്. വീട്ടിൽ ആരെങ്കിലും അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നോ അതോ? ഇല്ല, അച്ഛൻ പണ്ട് സ്കൂൾ ഡ്രാമയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാതാരും വന്നില്ല. അപ്പൊ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ ഒരാൾ വന്നതാണ് അല്ലേ? എന്തായിരുന്നു പാരന്റ്സും അവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണോ? എങ്ങനെയായിരുന്നു ഇതൊക്കെ? സിനിമയെന്നൊക്കെ പറഞ്ഞ കൊച്ചു ചെറുപ്പം പോലെ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞ എല്ലാ ചമ്മമാരും ഒന്നും ഭയങ്കരമായിട്ട് സന്തോഷിക്കണമെന്നൊന്നുമില്ല. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞിട്ടേ ഇതെല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ടായിരുന്ന പരിപാടി. സത്യം. കാരണം ഇത് ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ അവർ പറഞ്ഞു CA എഴുതാൻ പറഞ്ഞു. CA അത് പൊട്ടി, അതുകൊണ്ട് പിന്നെ MBA ചെയ്തു. MBA ചെയ്ത് ജോലിക്ക് കയറി. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നതെന്നും നമ്മളുടെ കയ്യിൽ എത്തിപ്പെടും എന്നുള്ളൊരു ഡെസ്റ്റിനി ഉണ്ടല്ലോ, അങ്ങനെ വന്നു ചേർന്നാണ്. അപ്പം ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇങ്ങനെ ഒരു അവസരം എനിക്ക് വന്നപ്പം ഐ വാസ് ഷോക്ക്ഡ്. പിന്നെ വീട്ടിൽ അവതരിപ്പിച്ചു. അപ്പം അവര് ജോലി വിടരുത് പറഞ്ഞു. ഓക്കെ ശരി, ചെയ്തു നോക്കാം. ചെയ്തു നോക്കി. എൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ പേരൻസ് വണ്ടറായി. ഇവക്ക് ഇത്രയും വലിയ കഴിവുള്ളൊരു പെൺകൊച്ചായിരുന്നു ഇത്രയും നാൾ നമ്മുടെ വീട്ടിൽ ഇരുന്നെന്നുള്ളത്. കാരണം നമ്മുടെ ഫാമിലി ആണേലും എല്ലാരും പറയുന്ന റെസ്പോൺസ് കേട്ടിട്ട് പിന്നെ ഇന്ന് വരെ എന്റെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ പാരന്റ്സ് ആണ്. കട്ട സപ്പോർട്ടാണ്. ഞാൻ ഒരു ഇത് ചോദിക്കുകയാണ്, ഒരു പക്ഷേ ഈ പാരന്റ്സ് നിങ്ങളുടെ ഈ ആഗ്രഹം അല്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടാലന്റ് ഉണ്ടായിരുന്നു ചെറുപ്പത്തിലെ തിരിച്ചറിഞ്ഞ് ഭയങ്കരമായിട്ട് ഇതിലും കൂടുതൽ പ്രോത്സാഹനം ഉണ്ടായിരുന്നു, ഇതിന് മുന്നേ എത്താൻ പറ്റുമായിരുന്നു തോന്നുമായിരുന്നോ? എന്തായാലും വൈകിയാണെങ്കിൽ അവർ തിരിച്ചറിഞ്ഞ് അവർ അതിനുശേഷം പിന്നീട് എല്ലാം ഫുൾ സപ്പോർട്ട് പാരന്റ്സിന്റെ ആണ്. അപ്പൊ അത് മെയിൻ ആയിട്ടൊരു സംഭവം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെജിറ്റേറിയൻ ഡിഷാണ്. ഒരു സിമ്പിൾ ഒരു കറിയാണ്. മുരിങ്ങയ്ക്കയും മത്തങ്ങയും കൂടെ ഒരു ചാറ് കറിയാണ്. മത്തങ്ങയും നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഈ ഒരു ടിക്ടോക്ക് കഴിഞ്ഞു. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ആണ്, കുറച്ചുകൂടി ഇൻസ്റ്റാഗ്രാം റീൽസ് എല്ലാവരിലേക്കും എത്തപ്പെടുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഡാൻസ് ആണ് നിങ്ങളുടെ ഒരു മെയിൻ അല്ലേ? ഡാൻസ് വഴിയാണ് അങ്കിത ഭയങ്കരമായിട്ട് വരുന്ന ഡാൻസ്. ഇന്ന് 1-2 ഡാൻസ് ഇവിടെ ചെയ്യിപ്പിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് കേട്ടോ, പ്ലീസ്. അപ്പൊ ഈ ഡാൻസ് ഒക്കെ ഒരുപാട് കുട്ടികൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറയും. പാട്ട് അതൊക്കെ ഉണ്ട്, അഭിനയം. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നവർക്ക് എന്ത് ഒരു അഡ്വൈസ് ആണ് അങ്കിതയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത്? കാരണം ഇങ്ങനെ ഒരു മേഖലയിൽ നിന്ന് വന്നത് ജസ്റ്റ് ഒരു സിമ്പിൾ യുവർ വേ. എന്റെ ഒരു ലൈഫ് വെച്ചിട്ട് ഞാൻ പറയുന്നത് മാനിഫെസ്റ്റ്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്നത് പ്രപഞ്ചം ചിലപ്പോൾ നിങ്ങൾ അതിയായിട്ട് ആഗ്രഹിക്കുകയും പ്രയത്നോടെ വേണം. വെറുതെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നൊന്നും കാര്യമില്ല. അത് രണ്ടും ചെയ്ത ഒരാളായെന്നാണ് അങ്കിതയ്ക്ക് ഇത് പറയാൻ പറ്റുന്നത്. ആദ്യം തന്നെ ലേശം വെളിച്ചെണ്ണയിൽ കുറച്ച് മത്തങ്ങയായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. മുരിങ്ങയ്ക്ക നീളത്തിൽ മുറിച്ച് 2ആയിട്ട് എടുത്തു. എൻ്റെ സൈഡിലൊക്കെ എടുത്തത് അതുകൂടെ ഇതിനകത്ത് ഇടുകയാണ്. ലേശം കല്ലുപ്പ് ഇതിനോടൊപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നു. ലേശം ഇഞ്ചി, പച്ചമുളക്. ഇതിനെ ഒന്ന് വഴറ്റിയിട്ട് വേവിച്ചെടുത്തിട്ട് ഒരു അരപ്പിട്ടിട്ട് താളിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിലുണ്ടാക്കാൻ റെഡിയാണ്. കുക്കിംഗ് എങ്ങനെയാണ് അങ്കിതയ്ക്ക്? കുക്കിംഗ് താല്പര്യമുള്ള ഒരാളാണോ അതോ? താല്പര്യമുണ്ട്, പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് കുക്ക് ചെയ്തിട്ടില്ല. കാരണം അച്ഛനും അമ്മയും പറയും വേണ്ട നീ പരീക്ഷിക്കേണ്ടെന്ന് പറയും. അതുകൊണ്ട് അമ്മ തന്നെയാണ്. എവിടെയാണ് അങ്കിതയുടെ ശരിക്കുള്ള സ്ഥലം? എന്റെ സ്ഥലം തിരുവല്ലയാണ്. കോട്ടയം തിരുവല്ല സൈഡാണെങ്കിൽ പിന്നെ ഭക്ഷണത്തിന്റെ കാര്യമൊന്നും പറയണ്ട. അവിടെയുള്ള വീട്ടമ്മമാരൊക്കെ എന്താണ് അമ്മ ഉണ്ടാക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം? അങ്ങനെ പറയുന്നില്ല, എല്ലാം ഇഷ്ടമാണ്. അമ്മയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആലു പറാത്ത നന്നായിട്ടുണ്ടാക്കും. ഞങ്ങള് ബാംഗ്ലൂർ ആയിരുന്നു സെറ്റിൽഡ്. 20 years ബാംഗ്ലൂർ. അവിടെയാണോ ജനിച്ചു വളർന്നതൊക്കെ?
ഓക്കെ, അതുകൊണ്ടാണ് പെട്ടെന്ന് കോട്ടയം കറി ഞാൻ വിചാരിച്ചു വല്ല മുളകിട്ട മീൻകറിയോ ഫിഷ് മോളി അപ്പം എന്നൊക്കെ പറയുമ്പോൾ ആലു പൊറോത്ത. പെട്ടെന്ന് ഞാൻ ഒന്നുകൂടെ നോക്കിയതാണ്. അപ്പോൾ എന്നിട്ട് പറഞ്ഞു ഓൾറെഡി 20 years ബാംഗ്ലൂർ പോലൊരു നഗരത്തിൽ അവിടെ മൾട്ടി ഡൈവേഴ്സിറ്റി ആയിട്ടുള്ള പലതരം നിങ്ങളുടെ നെയ്ബേഴ്സ് ഒക്കെ ചിലപ്പോൾ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ആയിരിക്കുമല്ലോ. നോർത്ത് ഇന്ത്യൻസും ഇപ്പോഴും വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വെക്കും കന്നഡ ഡിഷസ്, ചിത്രാന്ന, ഇതൊക്കെ ഫേവറേറ്റ്സ് ആണ്. വാങ്കിബാത്ത് ഇതൊക്കെ ഇപ്പോഴും ഉണ്ടാക്കും. അവിടുത്തെ സാമ്പാർ ഇഡ്ഡലി അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ സ്കൂളിംഗ് ഒക്കെ ബാംഗ്ലൂർ ആയിരുന്നു. കന്നഡ അറിയാം? കന്നഡ ചെന്നാഗൊത്ത്. ഓ അടിപൊളി. സോ ഇപ്പോഴും എന്റെ അനിയത്തി ഇപ്പൊ അവിടെ ബാംഗ്ലൂർ പഠിക്കുക. അപ്പൊ അവള് വരുമ്പം ഓരോന്നിന്റെ ലിസ്റ്റ് അയച്ചു കൊടുക്കും. പാനിപൂരിയുടെ പാക്കറ്റ്, ഇവിടുന്ന് മലയാളികളെല്ലാം ചിപ്സ്, അതുപോലെ കപ്പലണ്ടി വറുത്തത്, കപ്പ വറുത്തത്, ഏത്തക്ക ചിപ്സും ഉണ്ണിയപ്പം ഒക്കെ ആയിട്ടാണ് ആളുകൾ അങ്ങോട്ട് പോവാ. അവിടെ നിന്ന് ഇങ്ങോട്ട് ചിത്രാനയും ബിസിബലബാത്ത്, പാനിപൂരി, ഇതൊക്കെ പാനിപൂരിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് സർ. ഓ ശരിക്കും ആ ഒരു ടേസ്റ്റ് സത്യം പറഞ്ഞ ഇവിടെ എവിടെ എനിക്ക് കിട്ടിയിട്ടില്ല കേരളത്തില്. പാനിപൂരി ഭയങ്കര ഇഷ്ടമുള്ളവരാണ്. ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വീട്ടിൽ പരീക്ഷ നോക്കി, ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പ് ആയി. വലുതായില്ല, ചെറുതായിട്ട് വന്നുള്ളൂ. പുതിയ പ്രൊജക്ടുകൾ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളൊക്കെ ഡാൻസ് കൂടെ അതിനോടൊപ്പം പ്രാക്ടീസ് ചെയ്യുകയാണോ? എങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യം? ഉണ്ട് സാർ. ഡാൻസ് ഇപ്പം ചാനൽ ഷോസിലൊക്കെ ഡാൻസ് വന്ന് ചെയ്യാറുണ്ട്. ആൻഡ് സീരിയൽ ചെയ്തു. സീരിയൽ ചെയ്ത് ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്ത് ഞാനിപ്പം 2 മൂവീസ് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തി തുടങ്ങി. ഇനി അങ്ങോട്ട് അടുത്ത കരിയർ എല്ലാം ആദ്യമായിട്ട് അങ്കിത പറയുന്നുണ്ടായിരുന്നു ചെറുപ്പം മുതലേ ഒരു അഭിനേത്രി ആവണം, സിനിമയിൽ അഭിനയിക്കണം, അതും ബോളിവുഡ് വരാണ് ലക്ഷ്യം. അല്ല, അത് ബോളിവുഡ് ആഗ്രഹിച്ചുകൊണ്ട് മലയാളത്തിലെത്തി. ഇനിയാണല്ലോ അങ്ങോട്ട് അടുത്ത ബോളിവുഡിൽ നിന്ന് ഇപ്പൊ കന്നഡ അറിയാവുന്ന ഒരാളാണ്. ഈസി ആയിട്ട് കന്നഡ മൂവീസ് ഒക്കെ ഇങ്ങനെ ഇന്ത്യ മൊത്തം. പണ്ടൊന്നും കന്നഡ മൂവി കന്നഡക്കാർ മാത്രമേ കാണുള്ളൂ. ഇപ്പൊ KGF ഒക്കെ വന്ന്, അതുപോലെ കാന്താര വന്നു. അതിനുശേഷം കന്നഡ മൂവിയും ഒരു ഇന്ത്യൻ മൂവി ഇൻഡസ്ട്രി വലിയ. അപ്പൊ കന്നഡ ഫ്ലുവൻ്റ് ആയിട്ട് അറിയാവുന്ന ഒരു അങ്കിതയ്ക്ക് കന്നഡ ആ ഒരു ഭാഷയും നന്നായിട്ട് വഴങ്ങുന്ന ഒരാളല്ലേ. അപ്പൊ ആ ഒരു ഓപ്പർച്യൂണിറ്റി, അതുപോലെ തെലുങ്ക് ഈസി ആയിട്ട് കണക്ട് ആവും, തമിഴും കണക്ട് ആവും. അപ്പൊ ഇതിലെല്ലാം 4 ഭാഷയിലെ സാധ്യതയാണ്. ബാംഗ്ലൂർ ജനിച്ചു വളർന്ന ഒരു കുട്ടി. എനിക്കും ബാംഗ്ലൂർ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിറ്റിയാണ്. ഞാൻ കുറേ സ്പെൻഡ് ചെയ്ത് എൻ്റെ ഒരു ലൈഫ് ചേഞ്ച് ചെയ്ത ഒരു നഗരം ബാംഗ്ലൂരാണ്. അപ്പോൾ ബാംഗ്ലൂർ നമുക്ക് ഒരുപാട് മലയാളികളുണ്ട്. പണ്ട് 30, 40, 50 വർഷമൊക്കെ ആയിട്ടുള്ള ഫാമിലീസ് ഉണ്ട്. അപ്പോൾ അവിടെ ജനിച്ചു വളർന്ന ഒരു കുട്ടി മിനിമം ഒരു 6 ലാംഗ്വേജ് ആണ് പഠിക്കുക. ഇപ്പോൾ ബോംബെയിൽ ഒരു മലയാളി ഫാമിലി അവിടെ ഒരു ഫാമിലി പോകുന്നു, സെറ്റിൽ ആവുന്നു. അവിടെ ഒരു കുട്ടി ഉണ്ടായ ഈസി ആയിട്ട് മറാഠി, ഹിന്ദി, ഇംഗ്ലീഷ്. പക്ഷേ തമിഴ്നാട്ടിൽ ഇപ്പോൾ ചെന്നൈയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇംഗ്ലീഷും തമിഴും മലയാളവും ഒക്കെ അറിയായിരിക്കും. ബാംഗ്ലൂരിലെ മിനിമം ആയിട്ടുള്ള ഏതൊരു കുട്ടികളെ കണ്ടാലും 6 ലാംഗ്വേജ് ആണ് അവിടെ പഠിച്ചെടുക്കുന്നത്. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. ഇല്ലേ? ഇത് ഞാൻ ഏതൊരു ആളെ കണ്ടാലും ഏറ്റവും വലിയ സന്തോഷം 6 ലാംഗ്വേജ് വിത്തിൻ 10ാം ക്ലാസ് എത്തുമ്പോൾ തന്നെ 6 ഭാഷയിൽ ഭയങ്കരമായ നൈപുണ്യം, നന്നായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് 6 ഭാഷ കൈകാര്യം ചെയ്യുന്നത് ജസ്റ്റ് ബിക്കോസ് ഇന്ത്യയിൽ ആ ഒരു ഒറ്റ സിറ്റി മാത്രം. അല്ലേ? സത്യമല്ലേ? അതാണ് സർ. ലൈക്ക് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വന്നപ്പോഴേക്കും ടോട്ടൽ ഡിഫറൻസ് ആയിരുന്നു. കാരണം ആൾക്കാരുടെ ഒരു നേച്ചർ തന്നെ ഡിഫറെൻ്റ് ആണ്. അവിടെ എന്ന് പറയുമ്പം എല്ലാ സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുണ്ട്, ഓരോ കൾച്ചറാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ സെറ്റായി. സോ മത്തങ്ങയും അതുപോലെ മുരിങ്ങയ്ക്കയും വെളിച്ചെണ്ണയിലൊന്ന് വയറ്റി ജസ്റ്റ് റോസ്റ്റ്, ഒരു ചെറിയൊരു ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ റോസ്റ്റ് ചെയ്യുന്നത്. സാധാരണ എല്ലാവരും ഡയറക്റ്റ് വെള്ളം ഒഴിച്ച് വേവിക്കുകയാണ്. 1 മിനിറ്റ് ഒന്ന് വയറ്റിയെടുത്താൽ അതിൻ്റെ ഒരു ഫ്ലേവർ വേറെയാണ്. അതിൻ്റെ ആ ഒരു മുരിങ്ങയ്ക്കയുടെ ആ തൊണ്ടൊക്കെ വെളിച്ചെണ്ണയിലൊന്ന് വയറ്റുമ്പോൾ അതിൻ്റെ ഒരു സ്വാദ് കൂടെ വരും. ലേശം മഞ്ഞപ്പൊടി ഇട്ടു, ഓൾറെഡി കല്ലുപ്പിട്ടാണ്. ഇതിന് വെള്ളത്തിലിട്ടൊന്ന് ഇതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. ചെറിയൊരു ഡൗട്ട്, കല്ലുപ്പിടുമ്പം അത് കൂടുതൽ സോൾട്ട് ആണോ? കൂടുതൽ സോൾട്ട് അല്ല, ഒരു ഉപ്പിന്റെ രുചി ഉണ്ടല്ലോ. സോ അത് എത്രയാണ് കൺട്രോൾ ചെയ്ത് ഇടുക എന്നുള്ളതാണ്. പക്ഷെ കല്ലുപ്പിട്ട് ഇടുന്നതിനൊരു പണ്ടൊക്കെ കല്ലുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉപ്പ് പൊടിയൊക്കെ ആയിട്ട് ആയിട്ട് കുറേ വർഷങ്ങൾ, ഒരു 20 years ഒക്കെ ആയിട്ടേ ഉള്ളൂ പൊടി ഉപ്പൊക്കെ വന്നത്. അപ്പോൾ കല്ലുപ്പായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഇത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടുള്ളൊരു ഉപ്പാണ്. അത് നേരത്തെ അത് ഇട്ട് ശീലിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഒരു അളവ് മനസ്സിലാവും. പൊടിയിട്ട് ഒരു 4-5 തവണ ആദ്യമായിട്ടൊക്കെ ഇട്ടാൽ ചിലപ്പോൾ കൂടിപ്പോകും. പക്ഷെ സ്വാദ് കൂടുതലും ഏറ്റവും ബെസ്റ്റും കല്ലുപ്പിട്ട് കുക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ബോയിൽ ആയതിനു ശേഷം ഇതിൻ്റെ ഒരു അരപ്പെന്ന് പറഞ്ഞാൽ ജസ്റ്റ് തേങ്ങയും കുറച്ച് മഞ്ഞളും ഒരല്പം ജീരകവും വെളുത്തുള്ളിയും കൂടെ അരച്ച ഒരു അരപ്പാണ്. ഈ അരപ്പ് ചേർത്തിട്ട് പിന്നീട് ഒരു താളിപ്പാണ് ഈ കറിക്കുള്ളത്. ഓക്കെ, അപ്പോൾ ഈ അരപ്പ് അരച്ച് വയ്ക്കുക. ആദ്യം ഇതൊന്ന് വയറ്റി അതിനുശേഷം ബോയിൽ ചെയ്തിട്ട് അരപ്പിട്ടിട്ട് ഈ കഷ്ണങ്ങൾ വേവുന്ന സമയത്ത് അരപ്പിട്ടിട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് നല്ല ചെറിയ ഉള്ളിയും വത്തൽമുളകും കറിവേപ്പിലയും കൂടെയുള്ള ഒരു താളിപ്പാണ് ഇതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ്.
അഭിനയിച്ച സിനിമ ഏതൊക്കെയാണ്? സിനിമ 2 ഉണ്ട്. ഒരെണ്ണം ആദ്യം ചെയ്തത് പോലീസ് ഡേ എന്ന് പറയുന്ന മൂവിയാണ്. അത് ക്രൈം ത്രില്ലർ മൂവിയാണ്. അപ്പോൾ അതിൽ നല്ലൊരു പിവോട്ടൽ റോൾ ഉണ്ട്. ടിനി ടോം ചേട്ടൻ, നന്ദു സർ, അൻസിബ ഹസൻ ഇവരൊക്കെയാണ് അതിനകത്ത് മെയിൻ ലീഡ്സ് വരുന്നത്. സെക്കൻഡ് ചെയ്ത മൂവി സ്പെഷ്യൽ, കാരണം ഞാനാണ് അതിനകത്ത് ഹീറോയിനെ ചെയ്തത്. സെക്കൻഡ് മൂവിയിലെ ഹീറോയിനായി. അതെ, മായമ്മ എന്നാണ് ആ സിനിമയുടെ പേര്. അത് കുറച്ചൊരു പീരിയോഡിക് ഡ്രാമ പോലെ കുറച്ച് പഴയ കാലം കാണിക്കുന്ന ഒരു സിനിമയാണ്. അതിനകത്ത് ഞാനൊരു പുള്ളോത്തിയായിട്ടാണ്. അങ്ങനത്തെ ഒരു കഥയാണ്. അങ്ങനത്തെ ഒരു പുള്ളോത്തി എന്നൊക്കെ പറയുന്ന ഒരു പേര് ഇപ്പൊ ബാംഗ്ലൂർ ജനിച്ചു വളർന്ന ഒരാൾക്ക് അറിയണമെന്നില്ല. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ മൂവിയുടെ ആ റോള് എന്റെ സ്ക്രിപ്റ്റ് കേട്ട് കഥ കേട്ടപ്പോ എന്ത് പ്രിപ്പറേഷൻ ചെയ്ത് പെട്ടെന്ന് കണ്ടപ്പോ ചോദിച്ചു പോയതാണ്. ഞാനൊരു 3 പ്രാവശ്യമെങ്കിലും സ്ക്രിപ്റ്റ് മൊത്തം പഠിച്ചു. അത് മെയിൻ തിങ്. സ്ക്രിപ്റ്റ് വായിച്ചു, യൂട്യൂബിൽ വീഡിയോസ് കണ്ടു. പിന്നെ ഇതിനകത്ത് തന്നെ കളമെഴുത്ത് പാട്ട് എന്ന് പറഞ്ഞതുണ്ടല്ലോ. അപ്പം ഞാൻ ഷെഡ്യൂള് ഫുൾ വ്രതം എടുത്ത് ഞാൻ സിനിമയിൽ അത് പാട്ടിന്റെ സീക്വൻസ് ഉണ്ട്. അപ്പം അത് ഞാൻ ഒറിജിനലി അവിടുത്തെ ഒരു ഒറിജിനൽ കാവല് തന്നെ ഇരുന്ന് ചെയ്തു. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ ആ ഒരു ഡിവൈൻ എക്സ്പീരിയൻസ്. അങ്ങനെ ഒരു വളരെ ചലഞ്ചിങ് ആയിട്ടൊരു കഥാപാത്രം കിട്ടുന്നു. ഒരു മോഡേൺ ഗേളൊക്കെ എന്ന് പറഞ്ഞാൽ പുഷ്പം പോലെ ചെയ്യേണ്ട ഒരാളാണ് അല്ലേ? അതുപോലെ ഒരു കോളേജ് ഗേൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫാഷനായിട്ടൊക്കെ പോകുന്ന ഒരു കഥാപാത്രമൊക്കെ ആണെങ്കിൽ അങ്കിത ജസ്റ്റ് ബിഹേവ് ചെയ്താൽ മാത്രം മതി. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ആ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇങ്ങനെ ഒരു നാട്ടുംപുറത്തെ അല്ലെങ്കിൽ പഴയകാല അങ്ങനെ ഒരു പൈതൃകം മലയാളം തന്നെ ഡിഫിക്കൽട്ടാണ് ആ ഭാഷ അതൊക്കെ പറയാനൊക്കെ. എന്റെ നമ്പൂരി എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ ഒരു നമ്പൂതിരിയും പുള്ളോത്തിയും തമ്മിലൊരു ലവ് സ്റ്റോറിയാണിത്. അപ്പം എന്റെ നമ്പൂതിരി ആ ഒരു മലയാളമൊക്കെ ഇച്ചിരി പാടുപെട്ടു. പക്ഷെ അത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. അതിന്റെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതാ പറഞ്ഞിട്ടില്ല, ഏറ്റവും ആദ്യം തന്നെ ഹൃദയത്തിൽ വെച്ചിട്ടാണ് ആ കഥാപാത്രം. ഇനി ഒരുപാട് കഥാപാത്രം കിട്ടിയാൽ അത് ഭയങ്കര പ്രിയപ്പെട്ടതായിട്ട് ഉള്ളിലിരിക്കുകയും ചെയ്യും. സോ എന്ത് തരം വേഷം ചെയ്യാനാണ് ഇനി? ഇപ്പൊ ഇതുപോലെ ഒരു ചലഞ്ചിങ് വേഷം കിട്ടി, അങ്കിതയ്ക്ക് ഇനി പുതിയൊരു ഡയറക്ടേഴ്സ് വരികയാണ്, പുതിയൊരു മൂവിയായിട്ട്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഇതേപോലെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ പോലെ ഏത് തരം കഥാപാത്രങ്ങൾ ചെയ്യാനാണ് അങ്കിതയ്ക്ക് താല്പര്യം മലയാളത്തിൽ? ഇപ്പൊ നിങ്ങൾ ഒരുപാട് മലയാളം സിനിമയെ കണ്ടിട്ടുണ്ടാവും പഴയ കാലത്ത്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് കണ്ടാൽ, അപ്പൊ പഴയ ഉർവശി ചേച്ചിയോ ശോഭനയൊക്കെ ചെയ്ത പോലുള്ള ഒത്തിരി സിനിമകൾ കണ്ട ഒരാളാണ്. അങ്കിതയുടെ പേഴ്സണൽ ഫേവറേറ്റ് ഏത് തരം റോളായിരിക്കും കൂടുതൽ യോജിക്കുന്നല്ല സർ? മമ്മൂക്ക പറഞ്ഞ പോലെ സിനിമയ്ക്ക് നമ്മളല്ല ആവശ്യം, എനിക്കാണ് സിനിമ ആവശ്യം, നമുക്കാണ് അതിനോടുള്ളൊരു ആർത്തി എന്ന് പറഞ്ഞു പുള്ളി. അപ്പം എനിക്ക് തോന്നുന്നു ഒരു ബബ്ലി ഹോംലി ഗേൾ ഇല്ലെങ്കിൽ ഇങ്ങനെ നാച്ചുറൽ ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ഞാൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ എന്ത് തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് നമ്മളെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് സ്വയമായിട്ട് എന്ത് ഇൻവെസ്റ്റ്മെന്റ് ആണ് ചെയ്യുക? സിനിമ ഭ്രാന്തിയാണ്. അപ്പം സിനിമ കാണുന്നു, സീരീസ് കാണുന്നു. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഹോബിയും. അതിലൂടെ പഠിക്കാൻ പറ്റും. ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോഴേക്കും അത് ആളെങ്ങനെ, സ്പെഷ്യലി മമ്മൂക്ക. ഞാനിപ്പം ഡൈ ഹാർഡ് മമ്മൂക്ക ഫാനാണ്. മമ്മൂക്ക തന്നെ അധികം മൂവ്മെന്റ്സ് ഇല്ലാതെ ചിലപ്പോൾ കണ്ണിൽ മാത്രം അത് നമുക്ക് മനസ്സിലാവും. ഈ കാതൽ മൂവിയിൽ തന്നെ അതുപോലെ ചെറിയ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? എനിക്ക് കാതലാണിപ്പം റീസെന്റ് ആയിട്ട് വന്ന പടം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാതലാണ്. കാരണം തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടു കഴിഞ്ഞിട്ടും അതിങ്ങനെ ഹിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുക ഞാൻ. ഓ ഗോഡ്, ഓൺലി മമ്മൂക്ക can do this. അങ്ങനെ ഓക്കെ, ഇത് നമ്മുടെ മത്തങ്ങയും അതുപോലെ മുരിങ്ങയ്ക്കയും വെന്തു. ഇത് അരപ്പ് ചേർക്കാണ്. വേവുന്ന സമയത്ത് നമ്മൾ താളിപ്പ് ചേർക്കുകയാണ്. ഓക്കെ, ഇനി സീരിയലിന്റെ വിഷയം. സിനിമയെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. സിനിമയിലും സീരിയലിലും അഭിനയിച്ച ഒരാളെന്ന നിലയിൽ അതൊരു മിനി സ്ക്രീൻ, അതിൻ്റെതായ പരിമിതികളുണ്ട്. പക്ഷെ അതിൻ്റെതായ സമയമുണ്ട് ചെയ്യാൻ. അതിന് കുറച്ചുകൂടെ സ്ക്രീൻ സ്പേസ് ആണ് ഇല്ലേ, റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ. അതിന് രണ്ട് ഡിഫറെന്റ് ഓഡിയൻസ് ആണല്ലോ. വീട്ടമ്മമാര്, സ്ത്രീകൾ, കുടുംബ പ്രേക്ഷകരിലേക്കാണ് സീരിയൽ കൂടുതലായിട്ട് എത്തുക. അപ്പൊ ഇത് രണ്ടും അഭിനയിച്ചതിന്റെ ഒരു ഫീൽഡിൽ എന്താണ് ഈ സീരിയലിലായിട്ട് വ്യത്യാസം വരിക? വ്യത്യാസം ഫസ്റ്റ് തിങ്, ഇപ്പൊ ഞാനിവിടെ ഒരു 1 year കഴിഞ്ഞിട്ടായിരിക്കും സ്റ്റുഡിയോയിൽ നമ്മുടെ ഇവിടെ ലൊക്കേഷനിൽ വന്നത്. അപ്പൊ ഇവിടെ തന്നെ നമ്മുടെ ഈ ചേച്ചിമാരുണ്ടല്ലോ, ചേച്ചിമാരൊക്കെ കാണുമ്പോ അയ്യോ തീ മധുരിമ. അപ്പൊ അവർക്ക് ആ ഒരു ക്യാരക്ടർ ഇപ്പോഴും ഉള്ളിലുണ്ട്. ആ സീരിയലിൽ നിർത്തിയപ്പോ 1.5 years ആയിട്ട് കൂടി അവരുടെ ഓർമ്മയിൽ നിൽക്കുക. സീരിയൽ എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫിൽ എവരിഡേ കണ്ട് വീട്ടിൽ ഒരു അംഗമായിട്ട് അവർ കണക്ക് കൂട്ടിയിട്ടായിരിക്കും ഇപ്പം മധുരിമയെ തിരിച്ചറിയുന്നത് അല്ലേ? കറിയുടെ റെഡി ആവാനുള്ള ഫൈനൽ സ്റ്റേജിലാണ്. ഒരു അങ്കിതയെ കൊണ്ട് 2 സ്റ്റെപ്പ് ഡാൻസ്, ഭയങ്കര ആ ഡാൻസിലൂടെയാണ് സിനിമയിലും സീരിയലിലൊക്കെ എത്തപ്പറ്റിയത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഡാൻസ് പ്ലീസ്. ഓക്കെ സാർ.
ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ട് പ്രേമലുവിൽ വന്നു. പക്ഷേ ഈ സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ്, ഒറിജിനൽ ദേവരാഗം. അന്നും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അരവിന്ദ് സ്വാമി അഭിനയിച്ച ഒരു സിനിമയാണ് ഭരതൻ സാറ് ഡയറക്ട് ചെയ്ത ദേവരാഗം. ആ പാട്ട് അന്നേ ഫേവറേറ്റ്. ഇപ്പൊ ഇത് വീണ്ടും ഇതിപ്പോ വരുന്നത് ഇപ്പോൾ എല്ലാ ട്രെൻഡിങ് ആയിട്ട് ഈ ഒരു മ്യൂസിക്. ഇപ്പൊ ഒരു പഴയ സിനിമകളിലെ പാട്ടുകൾ, ഇപ്പൊ നമ്മുടെ ഓസ്ലറിനകത്തെ നിറക്കൂട്ടുള്ള പാട്ടായിക്കോട്ടെ, പൂമാനമേ, അതും ട്രെൻഡിങ്. അപ്പൊ ആളുകൾക്ക് അത് കേൾക്കുമ്പോൾ ആ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സിനിമ പാട്ടുകൾ വീണ്ടും വീണ്ടും വരുന്നു. ഇപ്പം അതുപോലെ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ഇപ്പം ധ്യാൻ ശ്രീനിവാസന്റെ നദികളിൽ സുന്ദരി യമുനയിലാണ് തോന്നുന്നു, വെള്ളാരപ്പൂമല മേലെ എന്ന് പറഞ്ഞ പഴയ ലാലേട്ടന്റെ ഒരു സിനിമയിലെ പാട്ടാണത്. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ട്രസ് ആരാണ്? മമ്മൂക്കയുടെ കാര്യം പറഞ്ഞു. എനി ആക്ട്രസ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് എനിക്ക് തോന്നിയത് ഉർവശി മാം ചെയ്ത പോലെ അഭിനയിക്കാൻ ആർക്കും പറ്റില്ല. അതാണ് ഏറ്റവും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. കാരണം എനിക്ക് ഈയിടെ പോലും ഒരു ഓഡീഷൻ കാസ്റ്റിംഗ് കോള് വന്നപ്പം അവർ പ്രിഫർ ചെയ്യുന്നത് ഉർവശി മാമിനെ പോലത്തെ ആക്ടിങ്. ഞാനത് നോക്കി പഴയ സിനിമകളൊക്കെ കണ്ടപ്പം നമുക്കൊന്നും അത് കോപ്പി അടിക്കാനേ പറ്റാത്തൊരു ടൈപ്പ് ഓഫ് ആക്ടിങ് എനിക്ക് തോന്നുന്നു ഉർവശി മാമിൻ്റെ ആണ്. അത് ഭയങ്കര എല്ലാവരും ഈ ഒരു ഷോയിൽ തന്നെ ഞാൻ എല്ലാവരും ചുമ്മാ ചോദിക്കും എപ്പോഴും. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഏറ്റവും ഫസ്റ്റ് ചോയ്സ് ആൻസർ വരിക ഉർവശി എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ ചിലപ്പം ചിലർ ഉർവശി, ശോഭന രണ്ടുപേരെ എടുത്ത് പറയും. ഏറ്റവും ഫേവറേറ്റ് ഇപ്പൊ ബാംഗ്ലൂർ ജനിച്ചു വളർന്നുകൊണ്ടാണ് പെട്ടെന്ന് ബിസി ബലബാത്തും ചിത്ര. അപ്പൊ ആ ഒരു സമയത്ത് നാടൻ ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു, അതോ നാട്ടിൽ ഹോളിഡേ വരുമ്പോഴാണോ? അമ്മ ഉണ്ടാക്കും, വീട്ടിലുണ്ടാക്കും. അതുകൊണ്ടാണ് ഇത്രയെങ്കിലും മലയാളം സംസാരിക്കാൻ പറ്റുന്നത്. വീട്ടിൽ മലയാളം മാത്രമാണ് സംസാരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടാണ് കന്നഡയും മറ്റുള്ള ഭാഷയും, ഹിന്ദിയും തെലുങ്ക് മാത്രം കൊഞ്ചം കൊഞ്ചം തിരിച്ചു. അത്ര ഫ്ലുവൻസ് അല്ല തെലുങ്ക്, പക്ഷെ കേട്ടാ മനസ്സിലാവും. കന്നഡ പിന്നെ യൂഷ്വലി ഇംഗ്ലീഷ് ആണ് എല്ലാവരുടെയും ഒരു കോമൺ ലാംഗ്വേജ്. ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഇംഗ്ലീഷ്, തമിഴ് എല്ലാം ഉണ്ട് അവിടെ. അതർ ദാൻ പാനിപൂരി, ബാംഗ്ലൂരിൽ എന്താണ് മിസ് ചെയ്യുന്നത്? ക്ലൈമറ്റ്, വെതർ. ഏത് ഭാഗത്തായിരുന്നു ബാംഗ്ലൂരിലെ? ഹെന്നൂർ സ്ഥലത്ത്. ഓക്കെ. വെളിച്ചെണ്ണ ചൂടായി, നമുക്ക് അതിന്റെ താളിപ്പാണ്. ജസ്റ്റ് കടുക്. ഇത് എനിക്ക് ഏറ്റവും പേടിയുള്ള സാധനം. പൊട്ടിത്തെറിക്കൊന്നുമില്ല, നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് വെച്ചേക്കുന്നത്. കടുക് അവിടെ ഒരു സൈഡിൽ പൊട്ടും, അതിനുശേഷം ഒരു സൈഡിൽ ചെറിയ ഉള്ളി, ഒരു സൈഡിൽ കുറച്ച് വത്തൽമുളക്, ഒരു സൈഡിൽ കുറച്ച് കറിവേപ്പിലയാണ് നമ്മുടെ കേരള ഫുഡിന്റെ മെയിൻ ഒരു ഹൈലൈറ്റ്. അതിന്റെ ഒരു ഫ്ലേവർ വെളിച്ചെണ്ണയിൽ ഭയങ്കര ഒരു പ്രത്യേകമായ ഒരു സുഗന്ധമാണ്. അത് കന്നഡയിലൊക്കെ പോകുമ്പോൾ അവരും കറി ലീവ്സ് ഉപയോഗിക്കുമ്പോൾ അവിടെ കടുക്, ജീരകം, അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളായിരിക്കും. ഇത് ഉള്ളി വാടിക്കഴിഞ്ഞു, ലേശം ചില്ലി പൗഡർ ഇതിനകത്ത് ഇടണം, ഒരല്പം അതിൻ്റെ ഒരു കളർ മാറണം. സാറിന്റെ ബാംഗ്ലൂരിലെ ഏറ്റവും ഫേവറേറ്റ് ഡിഷ് ഏതാണ്? ബാംഗ്ലൂരിലെ ഏറ്റവും ഫേവറേറ്റ് ഡിഷ് ഇതുപോലെ ആദ്യം എനിക്ക് ബിസിബലബാത്ത് എന്ന് പറഞ്ഞാൽ കണ്ടെടുത്തോണ്ടായിരുന്നു. എനിക്ക് ആദ്യം കണ്ടപ്പോൾ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നീട് അതിൻ്റെ ഒരു ഗ്രേറ്റ് ഫാനായിട്ട് മാറി. അത് കഴിച്ച് കാഫ്റ്റീരിയയിൽ നിന്ന് കിട്ടി ഗത്യന്തരമില്ലാതെ കഴിച്ചു. പിന്നെ കഴിച്ചപ്പോഴാണ് അതിൻ്റെ രുചി മനസ്സിലായി. പിന്നീട് ഞാൻ ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങി. ഭയങ്കര ടേസ്റ്റാണ്. പക്ഷെ ആദ്യമായിട്ടൊരു മലയാളികൾക്ക് ഇത് നമ്മുടെ കറി റെഡിയായി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു താളിപ്പായി. ഇനി ടേസ്റ്റിങ്ങിന് വെക്കുക. ഓക്കെ. അങ്കിത, ദേ പംകിൻ ഡ്രം സ്റ്റിക് കറി, സിമ്പിൾ. ഓക്കെ, can taste now. മത്തങ്ങ ഇങ്ങനെ ഓൾറെഡി കുക്കായി സ്മാഷ് ആയിട്ട് ഇങ്ങനെ. അടിപൊളി സാർ, ഇത് കഴിക്കാൻ പറ്റിയത് എൻ്റെ ഭാഗ്യമാണ്. താങ്ക് യു. എനിക്ക് മുരിങ്ങ ഇഷ്ടമാണ്. രണ്ടിനെയും ഫ്ലേവർ മുളകും വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇതിൻ്റെ സിമ്പിൾ ഒന്നുകൂടെ റെസിപ്പി ഞാൻ പറഞ്ഞു തരികയാണ്. ആദ്യം തന്നെ മുരിങ്ങയ്ക്കയും മത്തങ്ങയും കട്ട് ചെയ്ത് വയ്ക്കുക. മത്തങ്ങ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് മാറ്റുന്നു. മുരിങ്ങയ്ക്ക രണ്ടായിട്ട് മുറിച്ച് ചെറിയ നീളത്തിൽ അരിഞ്ഞു വെച്ചു. അതിനുശേഷം തേങ്ങയും മഞ്ഞളും ഒരല്പം വെളുത്തുള്ളിയും ജീരകവും കൂടെ ചേർത്ത് അരച്ച് മാറ്റി വെച്ചു. ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മത്തങ്ങയും മുരിങ്ങയ്ക്കയും കൂടെ ഒന്ന് വഴറ്റി അതിനകത്ത് ലേശം കല്ലുപ്പും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇടുന്നു. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കുന്നു. അത് കഷ്ണങ്ങൾ മുരിങ്ങയ്ക്ക നന്നായിട്ട് വേവുന്ന സമയത്ത് അരപ്പിട്ടിട്ട് ഒന്ന് അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ നോക്കിയിട്ട് മാറ്റി വെച്ചിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളിയും വത്തൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് അത് ഉള്ളി വാടുന്ന സമയത്ത് ലേശം മുളക് പൊടി ഇട്ടിട്ട് ഈ താളിപ്പ് ഇതിലേക്ക് ഇട്ടാൽ സിമ്പിളായിട്ടുള്ള മത്തങ്ങ മുരിങ്ങയ്ക്ക കറി റെഡിയാണ്. അങ്ങനെ ഈ ഒരു ഷോയ്ക്കകത്ത് വേറെ ഗസ്റ്റ് കൂടെ വരും. അപ്പോൾ ആ ഗസ്റ്റിന് എന്തെങ്കിലുമൊക്കെ ഒരു ഫുഡുമായിട്ട് ബന്ധപ്പെട്ട കഥയുണ്ടാവും. ഇന്നിപ്പം എറണാകുളം സ്വദേശിയായ പുഷ്പ വഗീസാണ്. നമുക്ക് ചോദിച്ചറിയാം. സ്വാഗതം ചെയ്യാം. പുഷ്പ, നമസ്കാരം. വരൂ.
എന്താണ് പായസമാണോ? പായസവും പപ്പടവും ദേ കൊണ്ടുവരികയാണ്. എന്ത് പായസമാണ്? സോയ ചങ്ക്സ് കൊണ്ട് പായസം ഉണ്ടാക്കി. സോയാ ചങ്ക്സ്. സാധാരണ സോയാ ചങ്ക്സ് ഒക്കെ വെച്ചിട്ട് കറി, കബാബ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നതാണ്. അതിന്റെ പായസം ഒരുപക്ഷെ പലരും കേട്ടിട്ടുണ്ടാവില്ല. 17 ഒരു മത്സരത്തിന് പോയപ്പോൾ അവിടെ വെച്ച് ഉണ്ടാക്കിയതാണത്. അപ്പൊ അതിന് സമ്മാനം കിട്ടിയത്. ഇത് കൂടാണ്ട് പുഷ്പയുടെ വിശേഷം എന്ന് പറഞ്ഞാൽ പുഷ്പ ഭക്ഷണമൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ഉണ്ടാക്കി അതൊരു ചെറിയ സംരംഭമായിട്ട് ഓർഫനേജുകളിലെ കുട്ടികൾക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് തുടങ്ങിയതാണ്. ഇല്ല, എന്താണ് ആ ഒരു സംഭവം പറയൂ. അത് ഞങ്ങളുടെ അടുത്തൊരു അനാഥാലയം ഉണ്ട്. അപ്പൊ അവിടെ ഞങ്ങൾ 2-3 പേരും കൂടി അപ്പൊ എല്ലാ ശനിയാഴ്ചയും ഭക്ഷണം കൊടുക്കുമായിരുന്നു. ഞങ്ങൾ 35 പേരാണ് അവരുള്ളത്. അപ്പൊ അങ്ങനെ കൊടുത്തുകൊടുത്താണ് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഒരു മനസ്സുണ്ടായത്. പിന്നെ ഇപ്പൊ ഞാൻ വീട്ടിൽ ചെറുതായിട്ട് ഭക്ഷണം പാകം ചെയ്ത് ആവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ രാവിലത്തെ ഭക്ഷണം, ഉച്ചക്കത്തെ ഭക്ഷണം ചോദിച്ചാൽ അത്, പിന്നെ വല്ല ടൂറൊക്കെ പോകുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഭക്ഷണം വേണമെങ്കിൽ കുറച്ച് ഭക്ഷണമൊക്കെ വേണമെങ്കിൽ ഒരു 10-15 പേർക്കൊക്കെ 10-20 പേർക്കൊക്കെ അവർക്ക് കൊടുത്തു വിടാനായിട്ട് വീട്ടിലുണ്ടാക്കി കൊടുക്കും. അപ്പൊ വീട്ടിൽ കുറച്ച് പേര് വരും, കഴിക്കാൻ വരും, അവർക്കും കൊടുക്കും. അപ്പൊ എല്ലാ ദിവസവും വീട്ടിൽ വന്നാൽ എല്ലാ ദിവസവും കുറച്ച് ഉണ്ടാക്കും. ഞങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ അവർക്കും കൊടുക്കും. ഓ, അങ്ങനെയാണ്. അങ്ങനെ. എവിടെയാണ്? എറണാകുളത്ത് എവിടെയാണ് ഇത്? വരാപ്പുഴ മണ്ണാന്തുരത്ത് എന്ന് പറയും. വരാപ്പുഴ മണ്ണാന്തുരത്തിലാണ്. ഇപ്പൊ വീട്ടിൽ വന്ന് എത്ര പേർ കഴിക്കാൻ പറ്റും? സ്ഥലമുണ്ടോ അതിനുള്ള? അല്ല, വീട്ടില് ഞങ്ങളിപ്പോ പറയുന്ന ആൾക്കാർക്ക് വന്നു കഴിഞ്ഞല്ലേ അവിടെ ഒരു വർക്ക്ഷോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെയുള്ള ആളുകൾ അവിടെ വിളിച്ചു പറയും, ചേച്ചി ഇത്ര പേർക്ക് ഭക്ഷണം വേണം, അല്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ട് അവർക്കൊന്ന് കൊടുത്തേക്കട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാ ദിവസവും വിളിച്ചു പറഞ്ഞല്ലോ, ദൂരെ നിന്നൊക്കെ ആളുകൾ ഒരു 10-30 പേര് വന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റൂ? അങ്ങനെ നേരത്തെ വിളിച്ച് പറയുകയാണെങ്കിൽ അല്ല, എല്ലാ ദിവസവും തുടങ്ങണം. അപ്പൊ അതൊരു 30 പേരോ 50 പേരോ ഒക്കെ വന്നാൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ബിസിനസ് ആയിട്ട് മാറ്റണം. അത് ഓൾറെഡി 35 പേർക്ക് ഉണ്ടാക്കി കൊടുത്ത ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. സാറിന്റെ കിട്ടുന്നുണ്ട്. അപ്പൊ എന്തായാലും പുഷ്പ ആന്റിയുടെ ഭക്ഷണം നിങ്ങളൊക്കെ വന്ന് കഴിക്കാൻ നോക്കുക. അപ്പൊ അതൊരു വീണ്ടും ആ ഒരു സംരംഭം കൊണ്ടുവരാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ ഒരു ഷോയിലേക്ക് വന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തുടങ്ങാം. ഓക്കെ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് നമ്മൾ ടേസ്റ്റ് ചെയ്തില്ല. അടിപൊളി ടേസ്റ്റ് ആണ്. അടിപൊളി. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എത്രയും വേഗം ഇതൊരു വലിയൊരു സംരംഭമായിട്ട് മാറട്ടെ. അങ്കിത, ഇത് കേട്ടിട്ട് എന്ത് തോന്നുന്നു? നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന എന്താണോ, അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലാതെ ഒരു ബിസിനസ് ഒരുപാട് പണം സമ്പാദിക്കാനല്ല അതിന്റെ കൂടെ. ഓക്കെ, അപ്പൊ താങ്ക് യു അങ്കിത. അങ്കിതയ്ക്ക് ഇഷ്ടപ്പെട്ട ഇതേപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ, ഒത്തിരി ഡാൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും അതുപോലെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന, ഉർവശി ചേച്ചിയൊക്കെ അഭിനയിച്ച് പലിച്ച പോലുള്ള ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ച അഭിനേത്രിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാം കൊണ്ടും പുഷ്പ ആന്റിയുടെ ഈ ഒരു സംരംഭങ്ങളും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. 2 പേർക്കും. ഗോൾഡ് വിന്നർ മാസ്റ്റർ ഷെഫ് പിള്ളയുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അപ്പോൾ ഇതുപോലുള്ള കഥകളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പോൾ ഈ പുഷ്പ ആന്റിയെ പോലുള്ള കഥകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മെയിലിലേക്ക് അയച്ചാൽ നിങ്ങൾക്ക് ഈ ഷോയിൽ പങ്കെടുക്കാം. താങ്ക് യു സോ മച്ച്.